റിമാൻഡിൽ തടവുകാർക്കൊപ്പമായിരിക്കും അദ്ദേഹം കഴിയുക. പ്രത്യേകിച്ച് സെല്ലൊന്നുമില്ല, ഒരു പരിഗണനയും അവിടെ കിട്ടത്തുമില്ല. കാക്കനാട് ജില്ലാ ജയിലിലാണ്. അപ്പം അത്ര വലിയ സൗകര്യങ്ങളും അവിടെ ആ അർത്ഥത്തിലില്ല. അപ്പോൾ തടവുകാർക്കൊപ്പം ഒരുമിച്ച് ബോബി ചെമ്മണ്ണൂർ കുറച്ച് ദിവസം കൂടി കഴിയേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. തിങ്കളാഴ്ചയായിരിക്കും ഒരുപക്ഷെ കോടതി ഈ ജാമ്യഹർജി പരിഗണിക്കുക. അങ്ങനെ പരിഗണിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ആ കേസ് എടുക്കണം നിർബന്ധമില്ല. തീർച്ചയായിട്ടും പോലീസ് 1-2 ദിവസത്തെ സാവകാശം ചോദിക്കും, കസ്റ്റഡി അപേക്ഷ ചോദിക്കും. അതൊക്കെ വിശദമായ വാദം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ അറിയൂ. ചുരുങ്ങിയതൊരു 4 ദിവസം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഈ അവസ്ഥയിലാണെങ്കിൽ കോടതിയിൽ കഴിയേണ്ടി വരും എന്നത് ഉറപ്പാണ്. വല്ല കാര്യമുണ്ടായിരുന്നു ആ ചങ്ങാതി ഇങ്ങനെ വല്ലതും വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ സമാധാനമായിട്ട് അദ്ദേഹത്തിന് പുതിയ ജൂവലറിയൊക്കെ ഉദ്ഘാടനം ചെയ്ത് കഴിയേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പാഠമാണ് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി ഓർമ്മിക്കുക. വഷളത്തരം എന്തും എവിടെയും എഴുതിയിടാം എന്നുള്ള ഒരു ധാർഷ്ട്യത്തിന് കിട്ടുന്ന ഒരു തിരിച്ചടി കൂടിയാണ്. അക്കാര്യത്തിൽ ഹണി റോസിനോടൊപ്പം തന്നെയാണ് അവരുടെ യുദ്ധം. ആ രീതിയിൽ ഇതൊരു മനോനിലയോടൊപ്പമാണ്. യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ ഒരു വ്യക്തിയല്ലല്ലോ, ഒരു മനോനിലയാണ്. ആ മനോനിലയ്ക്കെതിരെയുള്ള പോരാട്ടമായിട്ടാണ് നമ്മളതിനെ കാണേണ്ടതും.